വിഖ്യാത സംവിധായകൻ ഭരതന്റെ അസോസിയേറ്റായി സിനിമയിൽ തുടക്കം കുറിച്ച സംവിധായക പ്രതിഭയാണ് ജയരാജ്. ഭരതന്റെ കീഴിലെ ശിക്ഷണമാണ് സംഗീതത്തെക്കുറിച്ചും നിറങ്ങളെക്കുറിച്ചും കണ്ടിട്ട് പോലുമില്ലാത്ത പല ക്ലാസിക് സിനിമകളെക്കുറിച്ചും തനിക്ക് പഠിപ്പിച്ചു തന്നതെന്നും ജയരാജ് പറയുന്നു. അതിനിടെ സ്വന്തമായി ഒരു സിനിമ സംവിധാനം ചെയ്യണമെന്ന ആഗ്രഹം ജയരാജിന്റെ മനസ്സിലുദിച്ചു. ആ ആഗ്രഹം ശക്തമായപ്പോൾ നടനും തിരക്കഥാകൃത്തുമായ ശ്രീനിവാസനോട് ഒരു തിരക്കഥ ജയരാജ് ആവശ്യപ്പെട്ടു. അപ്പോൾ ശ്രീനിവാസൻ ഇങ്ങോട്ടൊരു മറുചോദ്യം: "എൻ്റെ അസോസിയേറ്റ് ആകാമോ?" ശ്രീനിവാസൻ ആദ്യമായി സംവിധാനം ചെയ്യാൻ പോകുന്ന സിനിമയായിരുന്നു അത്. തിരക്കഥ കിട്ടാൻ വേണ്ടി ജയരാജിന് ശ്രീനിയുടെ ആവശ്യം സമ്മതിക്കേണ്ടി വന്നു. അങ്ങനെ ഇറങ്ങിയ ചിത്രമായിരുന്നു വടക്ക് നോക്കിയന്ത്രം. അന്നൊക്കെ ശ്രീനിവാസന്റെ ഒരു തിരക്കഥ കിട്ടിയാൽ നിർമ്മാതാവിനെ കിട്ടാൻ വളരെ എളുപ്പമായിരുന്നു. വടക്ക് നോക്കിയന്ത്രം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ശ്രീനിവാസൻ ജയരാജിന് തിരക്കഥ നൽകി. GP വിജയകുമാർ നിർമ്മിച്ച വിദ്യാരംഭമായിരുന്നു ആദ്യമായി ജയരാജിന്റെ സ്വതന്ത്ര സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രം. എന്നാൽ ജയരാജ് ആദ്യമായി അഡ്വാൻസ് വാങ്ങിയ ചിത്രം ആകാശക്കോട്ടയിലെ സുൽത്താനായിരുന്നു. നിർമ്മാതാവ് KT കുഞ്ഞുമോന്റെ കയ്യിൽ നിന്നുമാണ് ആദ്യമായി ഒരു സിനിമയ്ക്ക് വേണ്ടി ജയരാജ് അഡ്വാൻസ് വാങ്ങുന്നത്. അതിന് കാരണവും ശ്രീനിയായിരുന്നു. ശ്രീനി പറഞ്ഞനുസരിച്ചായിരുന്നു ജയരാജ് KT കുഞ്ഞുമോന്റെ കയ്യിൽ നിന്നും അഡ്വാൻസ് വാങ്ങിയത്. "എൻ്റെ കയ്യിൽ നിന്ന് അഡ്വാൻസ് വാങ്ങിയവരൊന്നും മോശമായിട്ടില്ലെന്ന KT കുഞ്ഞുമോന്റെ അന്നത്തെ പ്രവചനവും ജയരാജ് ഇന്ന് ഓർക്കുന്നു. ചിത്രത്തിൽ നായകനായെത്തിയതും ശ്രീനിവാസനായിരുന്നു.